കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇപ്പം കാണാമോ? ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ, പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇത്രയും നേരം നമ്മൾ നമ്മുടെ ആത്മീയ വർധനയ്ക്കും നമ്മുടെ വ്യക്തിത്വത്തിനും വ്യക്തിത്വ വികസനത്തിനും ഒക്കെ ആവശ്യമായ നല്ല മെസ്സേജുകൾ നമ്മൾ കിട്ടി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അലർട്ടായിട്ടിരിക്കേണ്ടതും വളരെ നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടങ്ങളും വലിയ മാനഹാനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് സമയം എടുക്കുകയുള്ളൂ, പെട്ടെന്ന് തീർത്തേക്കാം. ഇതിനകത്ത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? യൂസ് ചെയ്യുന്നില്ല ആരും? നെറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലേ? പലപ്പോഴും ഗെയിം കളിക്കുന്ന എത്ര പേരുണ്ട്? ഗെയിം കളിക്കരുതെന്ന് മാതാപിതാക്കൾ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഗെയിം കളിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഗെയിം കളിക്കണം കേട്ടോ. ഗെയിമൊക്കെ കളിക്കണം. ആരാ പറഞ്ഞു ഗെയിം കളിക്കരുതെന്ന്? പപ്പ പറഞ്ഞു ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? ഗെയിം കളിക്കരുതെന്ന് അഡിക്റ്റായി പോകും, അത് പ്രശ്നമാണ്. പക്ഷേ ഗെയിം കളിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. പപ്പമാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഗെയിം കളിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഗെയിമൊക്കെ കളിക്കാം, ഗെയിമൊക്കെ ചെറുതായിട്ടൊക്കെ കളിക്കാം. എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ഗെയിം കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആർക്കെങ്കിലും? ഇല്ലേ? ഗെയിം കളിക്കുന്നതുകൊണ്ട് ഗുണമില്ലേ? ഗുണമുണ്ട് കേട്ടോ. ഗെയിം കളിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോഴും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും, ഇല്ലേ? ഗെയിമിന് നിയമങ്ങളില്ലേ? നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലൊരു ഗുണമല്ലേ? നിയമങ്ങൾ കൊച്ചുങ്ങളെ ഫോളോ ചെയ്ത് പഠിക്കുന്നൊരു നല്ല ഗുണമല്ലേ? പിന്നെന്താ ഉള്ളത്? കുറച്ച് ഈ അതിനകത്ത് കുറേയൊക്കെ റിസോൾവിങ് ആയിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ ടാസ്ക്കൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടാസ്ക്കൊക്കെ ചെയ്ത് പഠിക്കുന്നത് ഗുണങ്ങളല്ലേ? അല്ലേ? അപ്പോൾ അങ്ങനെ ഗെയിം കളിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. ഈ മെൻ്റൽ കൺസ്ട്രക്ഷനൊക്കെ ഡെവലപ്പാകും ഗെയിം കളിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗെയിം കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഗെയിം കളിക്കുന്നുണ്ട്? എന്തോ വഴക്ക് പറയുമോ? പിന്നെ കേട്ടില്ല. എപ്പോഴും അതിനുള്ള ചിന്ത വരും. അതൊരു പ്രശ്നം കേട്ടോ, അത് പ്രശ്നമാണ്. എപ്പോഴും ഗെയിം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ്. കണ്ണിന് കേടുവരും. അത് പ്രശ്നമാണ്. അപ്പം നിങ്ങൾക്കറിയാം പ്രശ്നങ്ങൾ, ഞാൻ പറയേണ്ടുന്ന കാര്യമില്ല. സത്യത്തിൽ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് പ്രശ്നങ്ങളെല്ലാം അറിയാം, എന്നിട്ട് പിന്നെയും കളിക്കാൻ തോന്നുകയും ചെയ്യും, ഇല്ലേ? പിന്നെ നിങ്ങൾ അറിയാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാ? ഗെയിം കളിച്ചാൽ പഠിക്കത്തില്ലേ? അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് കളിക്കുന്നത്, അല്ലേ? ഗെയിം കളിക്കണം മക്കളെ, ഗെയിമൊക്കെ ചെറുതായിട്ടൊക്കെ കളിക്കണം. പക്ഷെ അതിനകത്ത് ഗെയിം കളിക്കുമ്പം സെലക്റ്റീവായിട്ട് കളിക്കണം. അതിനകത്ത് വയലൻ്റ് ആൾക്കാരെയൊക്കെ വെട്ടിവെച്ച് കൊല്ലുന്ന ഗെയിമൊക്കെ ഇല്ലേ? ഇങ്ങനെ അക്രമമൊക്കെ ഉണ്ടാക്കുന്ന, വെട്ടിക്കൊല്ലുക, അങ്ങനെയുള്ള ഗെയിമൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം? റേസിംഗ് ആണോ? കാർ റേസിംഗ് ആണോ? ഫൈറ്റിങ്ങോ? ഓക്കെ. നിങ്ങളൊന്നും ഗെയിം കളിക്കാറില്ലേ? നിങ്ങളെന്ത് ഗെയിം കളിക്കുന്നത്? ചെസ്സോ? നിങ്ങൾ കളിക്കാറില്ല? ഗെയിം കളിക്കത്തില്ല? അപ്പോൾ തുടർച്ചയായിട്ട് ഗെയിമിന് അഡിക്റ്റ് ആവരുത്. ഗെയിമിന് അഡിക്റ്റ് ആകുമ്പോൾ അതിനകത്ത് ഈ വയലൻ്റ് കണ്ടൻറ്റ് നമ്മളുടെ മാനസിക നിലയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിൽ നിന്ന് ഗെയിം വഴി നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഓൺലൈൻ ഗെയിമാണോ കളിക്കുന്നത്, അല്ലാതെ ഓഫ്ലൈനാണോ കളിക്കുന്നത്? ഓൺലൈനാണോ? ഓൺലൈൻ കളിക്കുമ്പം അതുവഴി സൈബർ ബുള്ളിങ്, ഹരാസ്മെൻറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വരത്തില്ല. പിന്നെ ഭയങ്കര അതുവഴി നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിനകത്ത് കുറേ ലിങ്കുകൾ വരും. ലിങ്കുകൾ കണ്ടിട്ടുണ്ടോ? ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ മീറ്റിംഗ് നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ മൊബൈൽ ഫോൺ കാണാതെ പോയായിരുന്നു. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? കുറച്ച് നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ മൊബൈൽ ഫോൺ കണ്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണൊക്കെ കൈവശം ഉണ്ടോ? എല്ലാവരുടെയും മൊബൈൽ ഫോണൊക്കെ കൈവശം ഉണ്ടോ? ഈ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? എന്തായാലും മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരിയാണ്. ആദ്യമേ നമ്മളത് ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടിയില്ല, പിന്നെ എന്ത് ചെയ്യും? പോലീസിനെ ഇൻഫോം ചെയ്യണം. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാമോ?
ഏ ആ ഇതൊന്നും ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലോ പോട്ടെ നോക്കൂ. പോലീസിനെ വിളിച്ച ഉടനെ, മൊബൈൽ ഫോൺ വിളിച്ച ഉടനെ ഓടി വരുമോ? സൈബർ സെല്ലിൽ വിളിക്കുമോ? സൈബർ സെല്ലിൽ വിളിച്ചാലൊന്നും ഫോൺ കിട്ടത്തില്ല. എങ്ങനെ ഫോൺ കിട്ടുന്നത്? ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റൊക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഫൈൻഡ് മൈ ഡിവൈസ്. ഗൂഗിളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മളുടെ സർവീസ് പ്രൊവൈഡറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ആരാ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ? നമുക്ക് മൊബൈലൊക്കെ തരുന്ന BSNL അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അവർക്ക് നമുക്ക് ചെയ്ത് നോക്കാം, ഇൻഫോം ചെയ്ത് നോക്കാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മൊബൈൽ കിട്ടുന്നില്ല. പിന്നെന്താ? സൈബർ ബുള്ളിങ്, സൈബർ സ്റ്റോക്കിംഗ്, ഓൺലൈൻ ഗെയിംസൊക്കെ കുറേ ഉണ്ട്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബുള്ളിങ് എന്ന് പറയുന്നത് എന്തോ? ഇത് നമ്മളെ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക അല്ലേ? നിരന്തരമായിട്ട് കുറേ ഒരു വ്യക്തിയെ നിരന്തരം കുറേ ആൾക്കാർ ചേർന്നിട്ട് ഈ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ബുള്ളിങ്. അത് സൈബർ വഴി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ എന്താവും? സൈബർ ബുള്ളിങ് ആവും. അത് ക്രിമിനൽ കേസാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ഇതൊക്കെ ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പെഡറ്റേഴ്സ് ഉണ്ട്. സൈബർ വേൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ നോർമൽ വേൾഡ് അല്ലാതെ ഒരു വെർച്വൽ വേൾഡ് ഉണ്ട്. വെർച്വൽ വേൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ വെർച്വൽ വേൾഡാണ് സൈബർ വേൾഡ്. അവിടെ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം മാസ്ക്ഡ് ആണ്, റിയൽ ഫേസ് അല്ല. അവർ നമ്മുടെ അടുത്ത് മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയും, മോനെ ചക്കര എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. പക്ഷേ അവരുടെ റിയൽ ഫേസ് എന്തായിരിക്കും? നമുക്കൊരു കാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലയണിനെ കാണുമ്പോൾ അറിയാം, എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, കരടിയെ കാണുമ്പോൾ അറിയാം. പക്ഷേ ഈ സൈബർ വേൾഡിൽ എന്താ? ലയണിനെയും കരടിയെയും പിന്നെ എലിഫൻറ്റിനെയും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അവരെല്ലാം എന്തായിരിക്കും? മാൻ്റെ ശബ്ദത്തിലും മാൻ്റെ മുഖമായിട്ടുണ്ടായിരിക്കും വരുന്നത് അല്ലേ? നല്ല മുഖമായിട്ടായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ വന്നിട്ടെന്താ? നമ്മുടെ ഈ ഡാറ്റാസ് എല്ലാം അവരെടുക്കും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മളെ പെതുക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ മുതിർന്നവർക്കുള്ളതാണ്. ആൾവേസ് ലോഗ് ഔട്ട് ഫ്രം യുവർ ഓൺലൈൻ ബാങ്കിങ് പോർട്ടൽ വെബ്സൈറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞാലും ചിലർ എന്ത് ചെയ്യും? ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ഓൺലൈൻ വെബ്സൈറ്റ് എല്ലാം ഇത് ചെയ്യാൻ മറന്നുപോകും. നമ്മുടെ മൊബൈലിൽ നിന്നായാലും കമ്പ്യൂട്ടറിൽ നിന്നായാലും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് GPay ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്റ്റായിട്ട് ലോഗ് ഔട്ട് ചെയ്ത് പുറത്തിറങ്ങിക്കോണം, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെന്താ? നമ്മുടെ ബാങ്ക്, ഇത് മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് അത് ആക്റ്റീവായിട്ട് റെഗുലറി ചെക്ക് ചെയ്തോണം. അതിൽ നിന്ന് പൈസയൊക്കെ പോകുന്നതെന്ന് അറിഞ്ഞോണം. പിന്നെന്ത് ചെയ്യണം? ചിലർ പിന്നെ എപ്പോഴും ഈ ലൊക്കേഷൻ സർവീസ് അങ്ങ് ഓൺ ചെയ്തിട്ടേക്കും മൊബൈലിൽ. ഫുൾ ടൈം ലൊക്കേഷൻ സർവീസ്. നമ്മുടെ ലൊക്കേഷൻ എല്ലാം അതിനെന്താ? ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുള്ള അപകടം എന്താ? ഓൺ ചെയ്തിടുന്നത് നല്ലതാണ്. നമ്മളെ ട്രാക്ക് ചെയ്യാൻ ചിലർക്ക് നിപ്പുണ്ട്. നമ്മളറിയത്തില്ല ട്രാക്ക് ചെയ്യുന്ന ആരാന്ന്. അവർ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ ഇതിൻ്റെ പുറകെ കാണും ആൾക്കാർ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൈവസി സെറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്, കേട്ടിട്ടുണ്ടോ? വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എത്ര പ്രൈവസി ആയിട്ട് അത് സെറ്റ് ചെയ്യുന്നതിന് കാര്യങ്ങൾ അറിയാമോ? അറിയത്തില്ല. ഡബിൾ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ട്. 2 സ്റ്റെപ്പ് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അത് ഓൺ ചെയ്തിടണം. നെറ്റിൽ നോക്കിയാൽ കിട്ടും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതിനെല്ലാം 2 സ്റ്റെപ്പ് സെക്യൂരിറ്റി ഉണ്ട്. അത് ഓൺ ചെയ്തിട്ടേക്കണം. നമ്മളെ എപ്പോഴും എന്താ? ഒരു വീടിന് 2 ലോക്ക് ഉണ്ടെങ്കിൽ 2 ലോക്ക് പൊളിച്ചിട്ടുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒറ്റ ലോക്ക് ഉള്ളെങ്കിലോ ആ ലോക്ക് ബലമില്ലാത്ത ലോക്കാണെങ്കിൽ ഒറ്റപ്പിടുത്തം വാതിൽ തുറക്കുന്നു, കയറുന്നു. മറിച്ച് 2 ലോക്ക് ഉണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മളെപ്പോഴും 2 സെക്യൂരിറ്റി അതിനകത്ത് ഓൺ ചെയ്തിട്ടേക്കണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒരേ സമയം തന്നെ പാസ്വേഡും നമ്മുടെ ഫിംഗർ പ്രിൻറ്റും, അല്ലെങ്കിൽ എന്താ ഫേസ് ലോക്ക്, ഫിംഗർ പ്രിൻറ്റ്, പാസ്വേഡ്, അല്ലെങ്കിൽ പാറ്റേൺ. ഒറ്റ ഇത് മാത്രമായിട്ട് ഇടരുത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇട്ടേക്കണം. ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത മാറ്റിക്കോ. ഓക്കെ. പിന്നെന്താ? ഈ ഫേക്ക് വെബ്സൈറ്റുകളുണ്ട് കേട്ടോ. വെബ്സൈറ്റ് ആമസോൺ പോലെ കാണും. ഓരോരുത്തർ കംപ്ലയിൻറ്റ് പറയും, സാറേ ആമസോണിൽ ഓർഡർ ചെയ്തു പക്ഷേ സാധനം വന്നില്ല. ആമസോണിൻ്റെ വെബ്സൈറ്റ് എങ്ങനെ സിമിലർ ലുക്കായിരിക്കും, ഒരു വ്യത്യാസവും കാണത്തില്ല. ചിലപ്പോൾ ഒരു കുത്തോ
ഒരു കോമയോ ഒരക്ഷരം വ്യത്യാസമൊക്കെ കാണത്തുള്ളൂ. അത് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഫേക്ക് വെബ്സൈറ്റുകൾ എപ്പോഴും ഉണ്ടാവും. അതിനകത്ത് നമ്മൾ അലർട്ടായിരിക്കണം, ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്, ഫോട്ടോസ്, ഇമ്പോർട്ടൻ്റ് ഇമെയിൽസ് എപ്പോഴും എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു ഹാർഡ്വെയറിൽ നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. ഇൻക്ലൂഡിങ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും നിങ്ങളുടെ ഇത് പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു ബാക്കപ്പ് ചെയ്തോണം ഫയല്. എന്താ, ഒരു വൈറസ് കയറിയാൽ നമ്മുടെ ഫുൾ ഫയൽ എപ്പോൾ വേണമെങ്കിലും, മൊബൈലിനകത്തായാലും കമ്പ്യൂട്ടർ ആയാലും ഫുൾ ഫയൽ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റും, മൊത്തം പോകാൻ പറ്റും. അതിന് നമ്മൾ അഡീഷണലായിട്ട് എപ്പോഴും ചെയ്തോണം. പിന്നെന്താ, പിന്നെ ചാറ്റ് റിക്വസ്റ്റ്. ചാറ്റ് അറിയാമല്ലോ, ചാറ്റിംഗ് ആണ് ഏറ്റവും വലിയ. കേൾക്കുന്നുണ്ടോ ആൾക്കാരെ എല്ലാം? ചാറ്റിംഗ് വഴി ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താ? ചീറ്റിംഗ്. അത് തന്നെ, ചീറ്റിംഗ്. ഡേഞ്ചർ ഒന്നുമല്ല, ചീറ്റിംഗ്. ചാറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കത്തില്ല അപ്പുറത്തിരിക്കുന്നത്. അപ്പുറത്തിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി, അതുകൂടെ പറയാം. ഒരു മലപ്പുറത്ത് ഒരു 100ഓളം പേരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളുടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഒരു സ്ത്രീ വന്നു. അവർ ചാറ്റ് ചെയ്യുന്നു, എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പരസ്പരം അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അവസാനം ഫാത്തിമയെ ചിലർക്ക് സംശയം തോന്നി. ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫാത്തിമ ആരാണ്? പക്ഷേ എല്ലാവർക്കും പരസ്പരം അറിയാം, ഫാത്തിമയെ മാത്രം ആർക്കും അറിയത്തില്ല. അവസാനം ഫാത്തിമയെ പിടിച്ചു. ഫാത്തിമയുടെ ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നു, ഇത് കാണിക്കുന്നില്ല. ഒരു 10-35 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് ഫാത്തിമ. ഒരു 2 വർഷത്തോളം അവരുമായിട്ട് ചാറ്റ് ചെയ്തു. അപ്പോൾ ഈ ചാറ്റിങ് വരുന്നവരെല്ലാം ഫാത്തിമമാരാവണമെന്നില്ല. ഫാത്തിമ എന്ന് പറഞ്ഞ് വരുന്നത് വേറെ ആരെങ്കിലും ആവാം. പേരൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചോണം. അപ്പുറത്തുള്ള ആൾ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിക്കോണം. നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ചാറ്റിങ്ങിലൂടെ എടുത്ത് വിളമ്പരുത്. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലൊട്ടും, പേഴ്സണൽ ചാറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പുകളിലൊട്ടും ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ മൊബൈലിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാവരും കിട്ടുന്ന ആപ്ലിക്കേഷൻ മൊത്തം അതിനകത്ത് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിടും. ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാ അറിയാമോ? ഏത് ആപ്ലിക്കേഷനാണ് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഇല്ലേ? ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവുണ്ട്. അത് ആപ്ലിക്കേഷൻ പലതും നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഈ പൈസ ചിലവാക്കിയവരുടെ ലാഭം എന്താണെന്ന് പറയാം. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ അങ്ങോട്ട് ഇന്നാൾ ഞാനൊരു കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അവർ ചോദിക്കുന്ന ഓപ്ഷൻസ്, നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്തോട്ടെ. കാൽക്കുലേറ്ററിന് എന്തിനാണ് ക്യാമറ? പിന്നെ നിങ്ങളുടെ ഇതിൽ കിടക്കുന്ന ഫയൽസ്, ഫോട്ടോസ് ആക്സസ് ചെയ്തോട്ടെ. എന്തിനാണ് കാൽക്കുലേറ്ററിൻ്റെ ഫോട്ടോസ്? നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ ക്യാമറ, നിങ്ങളുടെ മൊബൈലിൽ ഇരിക്കുന്ന ക്യാമറ നിങ്ങൾ ബെഡ്റൂമിലോ ബാത്റൂമിലോ എവിടെ കൊണ്ടുവച്ചാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് ഓൺ ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാൻ കഴിയും. കെയർഫുൾ ആയിരിക്കണം. മൊബൈലിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ്, അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിരിക്കുക. എല്ലാ വെബ്സൈറ്റിലും കയറരുത്. ഓക്കെ. പിന്നെ ഈ ബാങ്കും ഇന്നുമൊക്കെ കോള് വരും. സാറിൻ്റെ പാൻ നമ്പർ എന്ന് പറയാമോ? സാറിൻ്റെ ആധാർ നമ്പർ എന്ന് പറയാമോ? ഇപ്പോൾ ഒരു OTP അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അത് പറയാമോ? ഒരു ബാങ്കുകാരും ഒരു ഓഫീസിൽ നിന്നും നിങ്ങളുടെ OTPയും പേഴ്സണൽ ഡീറ്റെയിൽസും ഫോൺ വഴി ചോദിക്കത്തില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദയവായി കൊടുക്കരുത്. അത് പലതും മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ജോബ് ഓഫർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒത്തിരി ഇമെയിൽസ് വരും. ഒരു കമ്പനിക്കാരും നിങ്ങൾക്ക് വെറുതെ ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് ജോലി തരത്തില്ല. നിങ്ങളുടെ ബയോഡാറ്റ സ്വീകരിച്ച് അതിൻ്റെ പ്രോപ്പർ മെത്തേഡിൽ മാത്രമേ നല്ല കമ്പനികളെല്ലാം നമുക്ക് ജോലി തരത്തുള്ളൂ. അതുകൊണ്ട് ജോബ് ഓഫർ ചെയ്ത് മെസ്സേജുകൾ വരും. നിങ്ങൾ മുതിർന്നവരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും പോയി റിപ്ലൈ അയക്കരുത്, പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കരുത്. ഓക്കെ. നമ്മൾ ഏതെങ്കിലും ജോലിക്കൊക്കെ ഓൺലൈനിൽ അഥവാ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ കമ്പനി ജെനുവിനാണെന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന ചുമതല നമ്മുടെ മാത്രം ചുമതലയാണ്. പലരും വരും, സാറേ അവിടെ വിസയ്ക്ക് പൈസ കൊടുത്തു കിട്ടിയില്ല
എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ. വാട്സപ്പ് നമ്പറുകളെല്ലാം ഒറിജിനലല്ല, നമുക്ക് ഓൺലൈനായിട്ട് ഫോൺ നമ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. UK നമ്പേഴ്സ് അല്ലെ ഏത് രാജ്യത്തിൻ്റെ നമ്പേഴ്സ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. മെയിലിൽ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവരെ നമ്മൾ അന്വേഷിച്ച് പോയാൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പൈസ മറ്റേ ജോലി സംബന്ധിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള ജെനുവിനിറ്റി നമ്മൾ പരിശോധിച്ചോണം. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇമെയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ താഴെ ഒരു ലിങ്ക് കാണും. ക്ലിക്ക് ദിസ് ലിങ്ക് എന്നും പറഞ്ഞ് കാണും. അങ്ങനെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഹാക്കിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഹാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാക്കിംഗ് എത്ര ടൈപ്പുണ്ട്? എത്ര ടൈപ്പ് ഹാക്കിംഗ് ഉണ്ട്? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങളാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും മൊബൈൽ ഇതിലോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്കറിയത്തില്ല മൊബൈൽ ഹാക്ക് ചെയ്ത കാര്യം. നിങ്ങളെങ്ങനെ അറിയാനല്ലേ? ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഹാക്ക് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? നമ്മുടെ SMS-ൻ്റെ കൂടെയും ഇമെയിലിൻ്റെ കൂടെയൊക്കെ ചെറിയ ലിങ്കുകൾ വരും, പച്ച നിറത്തിൽ കാണാം. നമ്മൾ അതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ദിസ് ലിങ്ക് എന്നേ കാണത്തുള്ളൂ. ക്ലിക്ക് ചെയ്യും, വേറെ എന്തൊക്കെ ഓപ്പൺ ആവും. നമ്മുടെ ഫുൾ കൺട്രോൾ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ അവർക്ക് കിട്ടും. അവരവിടെ ഇരുന്നുകൊണ്ട് പറയും, നമ്മളനുസരിക്കും. നമ്മൾ GPayയുടെ നമ്പരൊക്കെ ഒന്ന് ചെയ്യും, അതെല്ലാം അവർ കിട്ടും. കുറച്ച് കഴിയുമ്പോൾ 2 SMS വരും, ബാങ്കിൽ കിടന്ന് 50,000 പോയി, രക്ഷയില്ല, 50,000 പോയി. ഈ പൈസ പോയാൽ എന്താ ചെയ്യേണ്ടുന്നത്? പൈസ പോയാൽ എവിടെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടുന്നത്? ആദ്യം എന്ത് ചെയ്യും? പോലീസ് വിളിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. 1930 എന്ന് പറയുന്നൊരു നമ്പറുണ്ട്, അതിൽ വിളിക്കാം. അല്ലെങ്കിൽ NCRB പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അത് ഞാൻ പിന്നാലെ പറയാം. മാറ്റിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതകളാണ്. മൊബൈൽ, ലാപ്ടോപ്പൊക്കെ കംപ്ലയിൻറ്റ് വരും അല്ലേ? മൊബൈൽ, ലാപ്ടോപ്പൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്പം ഒരു കേസുണ്ടായി. ഒരു മൊബൈൽ ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്തു. ആ സർവീസ് സെൻറ്ററിൽ ഇരുന്ന മിടുക്കൻ അതിനകത്തിരുന്ന ഫോട്ടോസ് എല്ലാം പൊക്കി. അതിനകത്ത് ഇച്ചിരി കാര്യമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോസിൻ്റെ ഉടമയെ കണ്ടെത്തി അവൻ ഫോൺ ചെയ്ത് നിരന്തരം ശല്യം ചെയ്ത് അവസാനം ഇത് ആരാന്നറിയാൻ വയ്യ. അവൻ പേരിട്ടേക്കുന്ന സീമ എന്നാണ്. ഒരു രക്ഷയില്ല, നമുക്ക് പിടിക്കാൻ ഒരു രക്ഷയില്ല. കണ്ടുപിടിച്ച് അവസാനം പിടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ്സൊക്കെ എടുത്ത് ഒരു 1.5 മാസം എടുത്ത് അവനെ പിടിക്കാനായിട്ട്. പിടിച്ച് പൊക്കിക്കൊണ്ടുവന്നു. മനസ്സിലായോ? അപ്പം എപ്പോഴും ശ്രദ്ധിച്ചോണം, മൊബൈൽ ഫോൺ, നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അടങ്ങിയ മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ സർവീസിങ്ങിനൊക്കെ കൊടുക്കുമ്പം അതിനകത്ത് ഡാറ്റാസ് നമ്മൾ സെക്യൂർ ആക്കണം. അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ അത് കൊടുക്കാവുള്ളൂ. പിന്നെ മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് കടത്ത് വിൽക്കാൻ നിൽക്കേണ്ട. മൊബൈൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അത് കയ്യിൽ ഇരുന്നോട്ടെ. പേഴ്സണൽ ഡാറ്റാസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എത്ര അടുത്ത സുഹൃത്തായാലും മൊബൈലും മറ്റ് നമ്മളുടെ പേഴ്സണൽ ലാപ്ടോപ്പും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാവുള്ളൂ. ഓക്കെ, മാറ്റിക്കോ. ഈ SMS പിന്നെ എന്ത് ചെയ്യും? കുറേ SMS വരും. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തണ്ട പൈസ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് മെയിലൊക്കെ വരും. നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും? ചാടി വീഴും. അവസാനം എന്ത് ചെയ്യും? ചാടി വീണിട്ട് അവർ പറയും നിങ്ങളതിൻ്റെ ഒരു പേയ്മെൻ്റായിട്ട് ഒരു ചെറിയ എമൗണ്ട് അയക്കാൻ പറയും. ചെറിയ എമൗണ്ട് അയക്കുന്നു, അടുത്ത എമൗണ്ട് അയക്കുന്നു, കിട്ടത്തില്ല. ആരും നമുക്ക് വെറുതെ 5 പൈസയും തരത്തില്ല. അതുകൊണ്ട് 5 പൈസയും മോഹിച്ച് അതിനകത്തൊന്നും ചെന്ന് വീഴരുത്. പിന്നെ എപ്പോഴും ഈ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും നിങ്ങളുടെ ഒഫീഷ്യലിനും പറ്റുമെങ്കിൽ 2 ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഒരു ഇമെയിൽ ഉണ്ടാക്കുക, നിങ്ങളുടെ ഒഫീഷ്യലായിട്ടൊരു ഇമെയിൽ ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയിലെ ഇമെയിൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. പിന്നെ ഈ നേരത്തെ പറഞ്ഞതാണ് ലക്കി ഡ്രാ, ബാഡ് ലക്കിലോട്ട് കൊണ്ടുപോകും. ലക്കി ഡ്രാ എന്നൊക്കെ പറഞ്ഞ് വരുന്നതല്ല, വെറുതെ നമുക്ക് ആരും പൈസ തരത്തില്ല. അതുകൊണ്ട് ലക്കി ഡ്രാ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് വെറുതെയാണ്. പിന്നെ ഇത് നിങ്ങൾ കുട്ടികളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഈ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതെന്നും നമ്മളെത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ കിടക്കും. മനസ്സിലായോ? ഒരിക്കൽ നമ്മൾ ഈ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ, ഇപ്പം അടുത്ത ദിവസം ഒരു കേസ് വന്നു. ഒരു പെൺകുട്ടി 6 വർഷം മുമ്പിട്ട ഫോട്ടോ
ഫേസ്ബുക്കിലിട്ട ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് കൊണ്ടുവന്ന് വേറെത്തൻ ത്രട്ടൺ ചെയ്തു. അപ്പം ആ കൊച്ചു പറഞ്ഞു ഞാൻ ഇട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് ഡിലീറ്റ് ആയോ? ഇല്ല. വൺസ് ഇൻ്റർനെറ്റ് ആൾവേസ് ഓൺ ഇൻ്റർനെറ്റ്. ഒരിക്കൽ നിങ്ങൾ നെറ്റിലേക്ക് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും കിടക്കും. അത് പെൺകുട്ടികളെയൊക്കെയാണ് കൂടുതൽ അവർ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. അത്തരം കാര്യങ്ങൾ അനാവശ്യമായ ഫോട്ടോസൊന്നും കൊണ്ടുവന്ന് ഫേസ്ബുക്കിലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യരുത്. പോസ്റ്റ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് ഫ്രണ്ട്സ് ഓൺലി എന്നൊക്കെ ആക്കിയിടാൻ അറിയാമോ ആർക്കെങ്കിലും? എല്ലാവർക്കും കാണാൻ അത് ഓപ്പൺ ആണോ? നിങ്ങളുടെ ഈ ഇൻസ്റ്റ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമൊക്കെ, ഫേസ്ബുക്ക് ആരുമില്ല? ഫേസ്ബുക്കൊക്കെ എല്ലാവർക്കും തുറക്കാവുന്ന രീതിയിലാക്കരുത്. നമ്മളിടുന്ന ഫോട്ടോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാക്കാതെ നമ്മളുടെ അടുത്ത ഫ്രണ്ട്സിന് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാക്കുക. ഇനി ആരെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് മോർഫോ എന്തെങ്കിലും ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്ന് തോന്നി എന്തു ചെയ്യും? ഉടനെ പാനിക്കായി കരഞ്ഞ് നിലയം വിളിച്ച് പോവോ? ആ ആൺകുട്ടികൾക്കും ബാധകമാണ്. ആൺകുട്ടികളെയും ത്രട്ടൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പൈസയൊക്കെ ചോദിക്കാറുണ്ട്. അവർ ഓൺലൈൻ കോൾ വിളിക്കും. ഓൺലൈൻ കോൾ വിളിച്ചിട്ട് അവർ നെക്ലേറ്റൊക്കെ മാറിയിട്ട് പെട്ടെന്ന് അതിൻ്റെ വീഡിയോ ഷോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ അടുത്തിടെ ഒരു പയ്യൻ വന്നു, ഭയങ്കര മാനസികമായിട്ടൊക്കെ തകർന്ന് വന്നായിരുന്നു. ത്രട്ടൺ ചെയ്യും, പൈസ ചോദിക്കും. അവൻ ആദ്യം ഇച്ചിരി പൈസ എവിടുന്നൊക്കെ ഒപ്പിച്ച് കൊടുത്തു. പിന്നീട് വീണ്ടും പൈസ ചോദിച്ചു. അവൻ മാനസികമായിട്ട് ആകെ തകർന്നു വന്നു. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. സോഷ്യൽ മീഡിയ ഇതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ ഒരു കാര്യം പറയായിരുന്നല്ലോ, എന്താണ്? ഭയമല്ല വേണ്ടുന്നത്, ജാഗ്രത വേണം. ജാഗ്രതയായിരിക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാലേ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? എപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ആദ്യം ഹൈഡ് ചെയ്ത് വെക്കും. പരമാവധി ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാകുമ്പോഴാണ് പേരൻസിനോട് പറയുക, കംപ്ലയിൻറ്റ് ചെയ്യുക. നമ്മളൊരു തെറ്റായിട്ടുള്ളൊരു വണ്ടി കയറി എന്ത് ചെയ്യണം? കൊല്ലത്ത് ചെന്നിട്ട് എറണാകുളത്തോട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് പോകാൻ നിന്നു, അബദ്ധത്തിൽ എറണാകുളം വണ്ടി കയറി. എന്തു ചെയ്യും? ഏറ്റവും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോവും, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ചെന്ന് ചാടുമ്പം ഏറ്റവും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോണം. കൂടുതൽ ദൂരം ചെല്ലുന്തോറും എന്ത് പറ്റും? പൈസ ചിലവും ബുദ്ധിമുട്ടും കൂടും, അല്ലേ? ഒരു ജാപ്പനീസ് തോട്ടുണ്ട്, ഇഫ് യു ഗെറ്റ് ഓൺ ദി റോങ് ട്രെയിൻ ഗെറ്റ് ഓഫ് ദി അറ്റ് ദി നിയറസ്റ്റ് സ്റ്റേഷൻ. അത് കൂടുതൽ സമയം ചെല്ലുന്തോറും നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സമയം ചുരുക്കമാണെന്ന് എനിക്കറിയാം, വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. എപ്പോഴും ഈ മുതിർന്നവരൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പോഴത്തെ തലമുറ വലിയ കുഴപ്പമാണ്, മുൻ തലമുറയൊക്കെ നല്ലതായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ തലമുറയൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മോശമാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വിഷമം കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ലേ? എന്താ പറഞ്ഞാലും നമുക്കൊരു വിഷമമില്ലേ? ഇല്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നിങ്ങളുടെ പേരൻസും ഒക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ സിമിലർ പ്രശ്നങ്ങൾ മുൻപില്ലായിരുന്നതെന്നുള്ളത് അന്നത്തെ ടെക്നോളജി അത്രത്തോളം ഇല്ലായിരുന്നു, അല്ലേ? ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരൻസിനെ അറിയിക്കുക. പേരൻസിനെ അറിയിച്ചതിന് ശേഷം അവിടെ കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? പോലീസിൽ അറിയിക്കണം. മാറ്റിക്കോ. പിന്നെ വേറൊരു മുതിർന്നവർ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ ലോൺ തട്ടിപ്പെന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് കുട്ടികളെ കൂടുതലിരിക്കുന്നതുകൊണ്ട് അത് ഇവിടെ പ്രശസ്തമല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഈ ഓൺലൈൻ ലോണ് അപകടമാണ്. ഓൺലൈൻ ലോണിലൊന്നും അപേക്ഷിക്കരുത്. പരമാവധി നമ്മളുടെ ലീഗലായിട്ട് ചെയ്യാവുന്ന ലോണുകൾ മാത്രമേ എടുക്കാവുള്ളൂ. ഓൺലൈൻ ലോൺ എടുത്ത് ഒരുപാട് പേരെ അവർ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് തീർന്നാലും പിന്നെ എന്ത് ചെയ്യും? മോർഫ് ചെയ്ത ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുകൊണ്ട് കൂടുതൽ പൈസ ആവശ്യപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സൈബർ ലോൺ ഷാർക്കിങ് ശ്രദ്ധിച്ചോണം. പാർട്ട് ടൈം ജോബ് പറഞ്ഞതാണ്. പിന്നെ മാട്രിമോണിയൽ ഫ്രോഡ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. കല്യാണം കഴിക്കാനുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. കാണുന്ന മാട്രിമോണിയൽ സൈറ്റിലെല്ലാം പോയി രജിസ്റ്റർ ചെയ്യരുത്. നിങ്ങളുടെ ഫോട്ടോയും പേഴ്സണൽ വിവരങ്ങളും ഒക്കെ അവർ മാട്രിമോണിയൽ വഴി സൈറ്റെന്ന് പറഞ്ഞ് എടുക്കും. അവർക്ക് കല്യാണം ആലോചിക്കുകയല്ല അവരുടെ ഉദ്ദേശം നമ്മളെ ത്രട്ടൺ ചെയ്യുക, നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാസ് എടുക്കുകയാണ്. അതുകൊണ്ട്
നല്ല ലീഗലായിട്ടുള്ള മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. സ്മിഷിങ്, SMS അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SMS വരാറുണ്ടല്ലോ മൊബൈലൊക്കെ, അതിൻ്റെ കൂടെ ലിങ്ക് കൂടെ തരും. ഓരോ ക്ലിക്ക് ചെയ്ത് ലിങ്ക് കയറുക. അത് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കയറരുത്. മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. QR കോഡ് ഫ്രോഡ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല, ഈ മൊബൈൽ ഈ GPay ഒക്കെ ചെയ്യുമ്പം ചിലർ പറയും സ്കാൻ ചെയ്യാൻ പറയും. നമ്മൾ സ്കാൻ ചെയ്ത് GPay ചെയ്യും. ഇത് തിരിച്ച് സ്കാൻ ആവും. നമ്മുടെ കൈ കിടക്കുന്ന പൈസ അവരിങ്ങോട്ട് പൈസ തരാനുള്ളതിന് തിരിച്ച് അങ്ങോട്ട് പൈസ വലിക്കുന്നൊരു പരിപാടിയാണ്. അത് ഇവിടെ അത്ര ഇതില്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അധികം ഇല്ല, എന്നാലും അതൊന്ന് അലർട്ടായിരിക്കണം അതിനകത്ത്. പിന്നെ മുതിർന്നവർ ശ്രദ്ധിക്കുക, KYC സ്കാം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ബാങ്കുകളിലൊക്കെ നിങ്ങളുടെ KYC എന്ന് പറഞ്ഞാൽ അറിയാലോ, നോൺ യുവർ കസ്റ്റമർ. അത് ചോദിച്ചുകൊണ്ട് ഫോണിൽ വിളിക്കും. നിങ്ങളുടെ ആധാർ നമ്പർ ഒന്ന് പറയാമോ, നിങ്ങളുടെ പാൻ നമ്പർ പറയാമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കും. അത്തരം കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത്. പിന്നെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഫേക്ക് ഇൻസ്റ്റ ID ഉണ്ടാക്കുന്ന പരിപാടി അറിയാമോ? ഫേക്ക് ഇൻസ്റ്റ ID. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഫേക്ക് ഇൻസ്റ്റ ID? നമ്മളുടെ ഫോട്ടോ എടുക്കും, നമ്മളുടെ പേരിൽ ഇൻസ്റ്റ തുടങ്ങും. എന്നിട്ട് നമ്മളാണെന്ന് വിചാരിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കും. ഇവിടെ ഒരു കോളേജിലൊരു സംഭവം ഉണ്ടായി. 1ാം സ്ഥാനത്തായിട്ട് പഠിക്കുന്ന ഒരു PG സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. 1ാം സ്ഥാനത്ത് പഠിക്കുന്നത്. അവളുടെ അടുത്ത കൂട്ടുകാരിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. ആ കുട്ടി, പേരൊന്നും പറയുന്നില്ല, ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇൻസ്റ്റ ID ഉണ്ട്. മറ്റേ ഫസ്റ്റ് 1ാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അവളിച്ചിരി ഇൻസ്റ്റ IDയിൽ കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഈ 2ാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഇത് ആദ്യം ഈ 1ാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫേക്ക് ID ഉണ്ടാക്കും, ഇവളുടെ പേരിലുണ്ടാക്കും. അതിനകത്ത് സ്റ്റോറി വരും, പിന്നെ അതങ്ങ് കാണുന്നില്ല. അങ്ങനെ നിരന്തരം വന്നപ്പോഴത്തേക്ക് ഈ 1ാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ത് ചെയ്ത് മാനസിക സമ്മർദ്ദത്തിലായിട്ട് ഇവളുടെ പഠിത്തമൊക്കെ പുറകിലോട്ട് പോയി. ഇവളാകെ ടെൻഷനായി, ആകെ മാനസികമായി പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് ഇൻസ്റ്റ ID ഉണ്ടാക്കുക, അതിനകത്ത് ആവശ്യമില്ലാത്ത സ്റ്റോറി ഇടുക, വീണ്ടും കുറച്ചുകൂടെ വരുമ്പോൾ അത് ഡിലീറ്റ് ആവും. അവസാനം കേസായി. അന്വേഷിച്ച് വന്നപ്പോൾ 2ാമത്തെ ഉറ്റ കൂട്ടുകാരിയാണ് ഈ പണി വയ്ക്കുന്നത്. ഉറ്റ കൂട്ടുകാരിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, ഒരു ബോയ് ഫ്രണ്ട്. അവൻ വഴി പണി ഒപ്പിക്കുകയാണ്. എന്താണ്? ഈ കുട്ടിയെ മാനസികമായിട്ട് തകർത്ത് 2ാം സ്ഥാനത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ഫേക്ക് ID ഉണ്ടാക്കുന്നത് വേറൊരാളുടെ ഐഡൻറ്റിറ്റി മോഷ്ടിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് കുറ്റകരമാണ്. അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേസാണ്, ക്രിമിനൽ കേസാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഓൺലൈൻ ലോട്ടറി സ്കാം ഒത്തിരി വരാറുണ്ട്. വാട്സപ്പിൽ വന്ന 2 ഇട്ടേരെ. ഒരാൾ അയച്ചു തന്നതാണ്. ഓൺലൈൻ ലോട്ടറി വാട്സപ്പിനകത്ത് കിടപ്പുണ്ട് 2. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് എന്ത് ചെയ്യും? മെസ്സേജ് വരും. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. നിങ്ങൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ ലോട്ടറി അടിച്ചതിന് പ്രതിഫലമായിട്ട് ആ പൈസ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നതിന് ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ട്രാൻസാക്ഷന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് വരും. അത്തരം കാര്യങ്ങൾ വന്ന് കിട്ടിയോ? ഒരാൾക്ക് വന്നതെടുത്ത് അതല്ല അടുത്ത ഇത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ. സന്തോഷ് ഭാഷ ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? സന്തോഷ് ഭാഷയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ലോട്ടറി അടിച്ച് സമ്മാനം ദാണ്ട കിട്ടാൻ പോകുന്നു, ഇപ്പം സമ്മാനം കിട്ടും, ഒരു ചെറിയ എമൗണ്ട് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വന്നു ഇല്ലേ? ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. മറ്റേ ഇത് വിട്ടവനെ ഫേസ്ബുക്കിൻ്റെ മറ്റേ അതൊന്ന് സൂം ചെയ്യാമോ? ഇത് അടുത്തിടെ നടന്ന ഒരു 18 ലക്ഷം രൂപ പോയ ഒരു തട്ടിപ്പാണ്. 18 ലക്ഷം രൂപ ഈ മെസ്സേജിൻ്റെ മേൽഭാഗം ഇട്ടല്ലേ. സ്മിത്ത് കുമാർ എന്ന് പറയുന്ന ഒരാൾ ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്യൂ. ഇച്ചിരി സൂം ചെയ്ത് 10,000 രൂപ നേടും. നിങ്ങൾ കയറുമ്പോഴേ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 6,000 രൂപ കിട്ടും. ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇത് ക്ലിക്ക് ചെയ്ത് ഇതുവഴി കയറിപ്പോയി ഓൺലൈൻ ജോലി വീട്ടിലിരുന്ന് ചെയ്ത പൈസ ഇങ്ങോട്ട് കിട്ടണോ അങ്ങോട്ട് കൊടുക്കണോ? ഓൺലൈൻ ജോലി വീട്ടിലിരുന്ന് ചെയ്താൽ ഇങ്ങോട്ട് പൈസ കിട്ടണ്ടേ? ആ ചേച്ചിക്ക് എത്ര രൂപ പോയെന്നറിയോ? 14 ലക്ഷം രൂപ അങ്ങോട്ട് പോയി. ആദ്യം എന്ത് ചെയ്തു? കൃത്യമായ സേവനം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുക. കേട്ടപ്പോൾ തന്നെ ചേച്ചി ചാടി വീണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പം വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ ജോലി ചെയ്താൽ എന്താ ജോലി എന്നറിയാമോ?
ഓരോ ലിങ്കിൽ കയറുക, അതിന് എന്ത് ചെയ്യുക, ലൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് റിവ്യൂ എഴുതുക. റിവ്യൂ എഴുതിയാൽ മാത്രം മതി. ആദ്യം ഒരു 6000 രൂപ അങ്ങോട്ട് ഇട്ടു, 7500 ഇങ്ങോട്ട് കിട്ടി. പിന്നെ 10000 ഇട്ടു, 12000 ഇങ്ങോട്ട് കിട്ടി. പിന്നെ ഇടിയിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടലില്ല. അവസാനം എന്തായി, 10-16 ലക്ഷം രൂപ പോയപ്പം ഓടി ഞങ്ങൾ എടുത്തു വന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സുരക്ഷിതമായ ഇടങ്ങളാണ്, കംബോഡിയ പോലെ രാജ്യങ്ങളിൽ ഇരുന്ന് ചെയ്യുകയാണ്. അപ്പം നമുക്കവരെ ട്രേസ് ചെയ്യാനും പിടിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം, ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് നമ്മുടെ സമയം കഴിയാറായി. നമുക്ക് 5:30 മുമ്പായിട്ട് നിർത്താം. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഈ കുറേ പരസ്യം വരും. ഇന്നാളെ ഒരു പരസ്യം വന്നു, 5 ചുരിദാർ 3000 രൂപയുടെ 5 ചുരിദാർ 1500 രൂപ. ചേച്ചി പൈസ അയച്ചു, ഇതുവരെയും ചുരിദാർ വന്നിട്ടില്ല, 2-3 മാസമായി. അപ്പം ഇങ്ങനെയുള്ള ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പം, ഓൺലൈനായിട്ട് പൈസയൊക്കെ കൊടുക്കുമ്പം ശ്രദ്ധിച്ചോണം. അത് പല പറ്റിക്കൽ പരിപാടികളുമുണ്ട്. ഓൺലൈനായിട്ട് വസ്ത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം. ഞാൻ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പോയി, അതുകൊണ്ട് ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ ഇട്ടിരുന്നു, പക്ഷേ അത് ഞാൻ കുറച്ച് കട്ട് ഷോട്ട് ചെയ്തു. പിന്നെ ഓൺലൈനായിട്ടുള്ള 3-4 പറ്റിക്കൽ പരിപാടികളാണ് ഫിഷിങ്, സ്പൂഫിംഗ് ഉണ്ട്, സൈബർ സ്റ്റോക്കിംഗ് ഉണ്ട്, പിന്നെ ഐഡൻറ്റിറ്റി തഫ്റ്റ്, ഡാറ്റ ഡിഡ്ലി. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കെതിരായിട്ട് വരുന്നതാണ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുക്കും. പിന്നെന്താ, ഡാറ്റ ഡിഡ്ലിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇച്ചിരി ടഫായിപ്പോയി, ഇച്ചിരി സ്പീഡായിപ്പോയെന്ന് എനിക്കറിയാം. നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കേണ്ടി വന്നു. ഇതെല്ലാം തീർന്നില്ലായിരുന്നു സ്ലൈഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ ഓടി പോലീസ് സ്റ്റേഷനിൽ പോകണോ? ഓടി പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. നിങ്ങൾക്ക് തുണ എന്ന് പറയുന്ന പിന്നെ കുട്ടികളിൽ ഒരുപാട് ഡിജിറ്റൽ ഈ കൊച്ചുങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഗെയിമിംഗ് ഒക്കെ ഒരുപാട് കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗെയിം പെട്ടെന്ന് ഓഫ് ചെയ്യുമ്പോൾ അവർ വയലൻ്റ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പോലീസിൻ്റെ ഒരു കൗൺസിലിംഗ് സൈറ്റുണ്ട്, അതിനകത്ത് ഫോൺ നമ്പറുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സൈബർ കംപ്ലയിൻറ്റുകളുണ്ടെങ്കിൽ, സൈബർ കംപ്ലയിൻ്റ് അല്ല, പോലീസ് കംപ്ലയിൻറ്റുകളുണ്ടെങ്കിൽ തുണ എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് അതിൽ കയറി, തുണ എല്ലാവർക്കും വെബ്സൈറ്റ് കിട്ടും, അത് കയറി നിങ്ങൾക്ക് കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഓൺലൈൻ മണി ഫ്രോഡലൻറ്റ്, പൈസ പോയിട്ടുണ്ടെങ്കിൽ പൈസ പോയതിനെല്ലാം 1930 എന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. അതുകൂടാതെ NCRB പോർട്ടലുണ്ട്, അതിനകത്തും നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ മൊബൈൽ ഫോൺ മോഷണം പോവുക, മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ആദ്യമേ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന നെറ്റ് ഓൺ ആണെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ സർവീസ് പ്രൊവൈഡറെ അറിയിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം. അത്യാവശ്യമായിട്ട് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം. രണ്ടാമത്തെ കാര്യങ്ങൾ, അതിനകത്ത് ഏതൊക്കെ സൈറ്റുകളിൽ നമ്മൾ ലോഗിനായി കിടപ്പുണ്ടോ അത്രയും സൈറ്റുകളുടെ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, വാട്സപ്പ്, ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. എടുക്കുന്ന ആൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റരുത്. പിന്നെ മൂന്നാമത് ചെയ്യാനുള്ളത്, ഫോണിൻ്റെ എല്ലാം IME നമ്പർ എല്ലാവരും സൂക്ഷിച്ച് വെച്ചേക്കണം. IME നമ്പർ എടുക്കാൻ അറിയാമോ? *#06 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മൊബൈലിൻ്റെ IME നമ്പർ കാണാൻ പറ്റും. അത് നമ്മൾ പേഴ്സണലി എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കണം. *#06 അടിച്ചു കഴിഞ്ഞാൽ 06# അടിച്ചു കഴിഞ്ഞാൽ IME നമ്പർ ഫോണിൻ്റെ ഉപയോഗിക്കുന്നവർ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ CEIR, മോനെ ആ CEIR പോർട്ടൽ ഒന്ന് കയറിയ മോനെ. www.CEIR പോർട്ടലിൽ നെറ്റിലും കയറിയാൽ മതി. അത് ജസ്റ്റ് എന്നിട്ട് ഒന്ന് കാണിച്ചാൽ മതി, സ്ക്രീനിൽ നിന്ന് കാണിച്ചാൽ മതി. ഓക്കെ, CEIR പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അതുകൊണ്ട് ലോസ്റ്റ് മൊബൈലൊക്കെ ലോസ്റ്റ് മൊബൈൽ ഫോൺ കാണുന്നുണ്ടോ? കാണാമോ? CEIR പോർട്ടൽ
ആ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും മൊബൈൽ ഫോൺ അതിൻ്റെ പിന്നീട് അത് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കേസ് എന്തായെന്ന് അറിയാനായിട്ടും അതിനകത്ത് തന്നെ സെർച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റും. അങ്ങനെ കിട്ടിയ മൊബൈലിൻ്റെ എണ്ണം ഇച്ചിരി താഴോട്ടാക്കിയാൽ അതിനകത്ത് ഇച്ചിരി താഴ്ത്തിയ മോനെ താഴ്ത്തിയ അണ്ട് എത്ര മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. 3064946 അത്രയും മൊബൈൽ ഫോൺ ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ട്രേസ് ചെയ്ത മൊബൈലിൻ്റെ അതിനെ എണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത്രയും മൊബൈൽ ട്രേസ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മളത് സെർച്ച് ചെയ്യണം. മറ്റേ ഫൈൻഡ് മൈ ഡിവൈസ് വഴി സെർച്ച് ചെയ്യാം, ആപ്പ് വഴി സെർച്ച് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ള. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിതിൻ 5 മിനിറ്റ്സ് എല്ലാവർക്കും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻസ്? ഡൗട്ടൊന്നുമില്ല, പറഞ്ഞത് വല്ലതും മനസ്സിലായായിരുന്നോ? ഇച്ചിരി ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് മനസ്സിലാവാതുണ്ടോ? സ്പീഡ് കൂടിപ്പോയോ? സ്പീഡ് കൂടിപ്പോയില്ലേ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ പിന്നീട് ചോദിച്ചാൽ മതി. ഞാൻ കുറച്ച് നല്ല ടൈം കുറച്ചെടുത്ത് എനിക്ക് മനസ്സിലായി നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒത്തിരി നേരം ഇരുന്നു. ഇന്ന് നിങ്ങൾ സഹിഷ്ണുതയോടെ ഇരുന്നു. എല്ലാം നല്ല പ്രോഗ്രാമായിരുന്നു. ഇന്ന് നടന്ന എല്ലാ പ്രോഗ്രാമും എനിക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ജീവിതത്തിന് ഇതെല്ലാം നല്ല പ്രയോജനപ്രദമായിരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ശരിക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന സെഷൻ സിഒ കമ്മിറ്റിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നേടി.